10 വർഷത്തോളം ഞാൻ പണിയെടുത്ത ഒരു സ്ഥാപനത്തെക്കുറിച്ച്, ഒരു മാധ്യമ സ്ഥാപനത്തെക്കുറിച്ച് ഇങ്ങനെ പറയേണ്ടി വരുന്നതിൽ ഖേദമുണ്ട്. 10 വർഷത്തോളം പണിയെടുത്തത് മാതൃഭൂമിയിലായിരുന്നു, ആദ്യ മാധ്യമ പ്രവർത്തനം. അത് അന്നത്തെ മാതൃഭൂമിയല്ല ഇപ്പോഴത്തെ മാതൃഭൂമി എന്ന് തിരിച്ചറിയേണ്ടി വരുന്നത് ഒരു വലിയ ഖേദകരം തന്നെയാണ്. നമ്മുടെ പ്രേക്ഷകർ ക്ഷമിക്കുക ഇങ്ങനെ പറയേണ്ടി വരുന്നതിൽ. ഇന്നലത്തെ ഒരു വാർത്ത, മാതൃഭൂമിയിലെ വാർത്ത, അതിൻ്റെ തലക്കെട്ട് ഇങ്ങനെയാണ്: IT പാർക്കുകളിലും ഇൻഫോ പാർക്കിലും മദ്യം വിളമ്പാൻ അനുമതി, ലൈസൻസിന് 10 ലക്ഷം രൂപ ഫീസ്, 10 ലക്ഷം രൂപ. അപ്പം എന്ത് പറഞ്ഞാലും എന്തും ഒരു വാർത്തയാക്കുമ്പോൾ അതിൻ്റെ അകത്തൊരു ഈ പറയുന്ന ഇത്തരം ഒരു സമീപനം സ്വീകരിച്ചു കഴിഞ്ഞാൽ, എക്സൈസ് നയം പുതുക്കിയപ്പോൾ സംസ്ഥാന സർക്കാർ, കേരള സർക്കാർ, പിണറായി സർക്കാർ പറഞ്ഞതാണ് IT പാർക്കുകളിൽ, ടെക്നോ പാർക്ക് ഉൾപ്പെടെ IT പാർക്കുകളിൽ മദ്യം വിൽക്കാനുള്ള, അതായത് തിരഞ്ഞെടുത്ത സ്ഥലങ്ങളിൽ, റെസ്റ്റോറൻറ്റുകളിൽ അല്ലെങ്കിൽ ഗസ്റ്റ് ഹൗസുകളിൽ, അതുപോലുള്ള ബിസിനസ് മീറ്റുകളിൽ മദ്യം വിളമ്പാനുള്ള അനുമതി എക്സൈസ് നയത്തിൽ കൊണ്ടുവരും എന്ന് ഗവൺമെൻറ് പ്രഖ്യാപിച്ചത്. ഇത് കേട്ടാത്തൊന്നും ഈ മദ്യം അങ്ങ് കോരി ഒഴുകിയാണ് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ. തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കിലോ കൊച്ചിയിലെ ഇൻഫോ പാർക്കിലോ മറ്റ് IT പാർക്കുകളിലോ അങ്ങ് ചെന്ന് കഴിഞ്ഞാൽ മദ്യം ഇങ്ങനെ നമ്മൾ പോയി കള്ളഷാപ്പിൽ കയറുന്ന പോലെ ഇങ്ങനെ തുറന്ന് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാൻ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്, മദ്യം വിളമ്പാൻ. അപ്പം ഈ ഉപയോഗിക്കുന്ന വാക്കുകൾ, വിളമ്പാൻ, കോരി ഒഴിച്ചു കൊടുക്കുക, സദ്യക്ക് ചോറ് വിളമ്പുന്ന പോലെ, അല്ലെ കഞ്ഞി വീഴ്ത്തുന്ന പോലെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ചിട്ടവട്ടങ്ങളിൽ ചെയ്യുന്നത് പോലെ അങ്ങ് മദ്യം വിളമ്പാൻ ഇങ്ങനെ അങ്ങ് തുറന്നു വെച്ചിരിക്കുകയാണ് ടെക്നോ പാർക്കിലും ഇൻഫോ പാർക്കിലും മറ്റ് ഇനി സർക്കാരിൻ്റെ മറ്റ് സംവിധാനങ്ങളിലും. സംസ്ഥാന സർക്കാർ ഇങ്ങനൊരു നയം സ്വീകരിച്ചത് IT ബിസിനസ്സിൻ്റെ ഭാഗമായിട്ടാണ്. ബംഗളൂരുവിൽ ഇതുണ്ട്, എത്രയോ വർഷങ്ങളായിട്ട് ബംഗളൂരുവിലുണ്ട്. ഈ രാജ്യത്തെ അല്ലെ വിദേശ രാജ്യങ്ങളിലെ പല IT പാർക്കുകളിലും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ബിസിനസ് പ്രൊമോഷന്റെ ഭാഗമായിട്ട് മദ്യം വിളമ്പുന്നതൊക്കെ നമുക്കറിയാം. എന്തിന് മദ്യം നിരോധിച്ച ഗാന്ധിജിയുടെ ജന്മനാടായതുകൊണ്ടാണല്ലോ ഗുജറാത്തിൽ മദ്യം നിരോധിച്ചിരിക്കുന്നത് എത്രയോ വർഷങ്ങളായിട്ട്. അവിടെ പോലും പെർമിറ്റ് അടിസ്ഥാനത്തിൽ ബിസിനസ് മീറ്റുകളിൽ അവിടെ മദ്യം വിളമ്പാനുള്ള അനുമതി അവിടെയുണ്ട്. ഗുജറാത്തിൽ തലസ്ഥാനമായ അഹമ്മദാബാദിലുൾപ്പെടെ. ഇനി ഈ മദ്യം നിരോധിച്ച ഗുജറാത്തിൽ എവിടെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും മദ്യം കിട്ടും, അതറിയാമല്ലോ. അത് ഗുജറാത്തിൽ പോയി യാത്ര ചെയ്തവർക്കൊക്കെ മനസ്സിലാവുന്നൊരു കാര്യമാണ്. മദ്യം വേണമെങ്കിൽ രഹസ്യ കടത്ത് വഴി എവിടെ വേണേലും മദ്യം കിട്ടും. അത് അഹമ്മദാബാദിൽ കിട്ടും, സൂറത്തിൽ കിട്ടും, ബറോഡയിൽ കിട്ടും, എവിടെ വേണേലും മദ്യം കിട്ടും. ഗുജറാത്തിന്റെ ഏത് മുക്കിനും മൂലയിലും മദ്യം കിട്ടും. മദ്യം നിരോധിച്ച ഒരു സംസ്ഥാനത്തെ കാര്യമാണ്, നരേന്ദ്രമോദിയുടെ ജന്മനാട്ടിലെ കാര്യമാണ് പറയുന്നത്. ഇത്തിരി കാശ് കൂടുതൽ കൊടുക്കേണ്ടി വരും. നമ്മളിവിടെ കേരളത്തിൽ നിന്ന് ബെവറേജിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ ഒരു 100-200 രൂപ കൂടുതൽ കൊടുക്കേണ്ടി വരും. പക്ഷേ അവിടെ മദ്യം സുലഭമാണ്. ഗുജറാത്തിൽ പോയിട്ടുള്ളവർക്കൊക്കെ ഇതൊക്കെ അറിയാം. അപ്പം മദ്യ നിരോധനം ഒരു ലോകത്തൊരിടത്തും വിജയിച്ചിട്ടില്ല. അമേരിക്കയിൽ പണ്ട് നിരോധിച്ചു മദ്യനിരോധനം, ഒരു 10-30 കൊല്ലക്കാലം. അന്നാണ് അമേരിക്കയിൽ മാഫിയ വളർന്നത്. ഇല്ലീഗൽ ബൂട്ട് ലെഗേഴ്സ് എന്ന് പറയുന്ന വിഭാഗം ഉണ്ടാകുന്നത് അങ്ങനെയാണ്. അവരൊരു വലിയ മാഫിയായിട്ട് വളർന്ന് അവസാനം ഹോളിവുഡ് സിനിമാ ലോകത്തെ വരെ കീഴടക്കുന്ന വലിയ വമ്പൻ ശക്തിയായിട്ട് അനധികൃത മദ്യ വ്യാപാര ലോബി വളർന്നപ്പോഴാണ് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് തീരുമാനിച്ചു ഇത് അപകടമാണ്, നിരോധനം പിൻവലിക്കണം. ഈ ലോകത്ത് ഒരു രാജ്യത്തും ഒരു നാട്ടിലും ഇന്നുവരെ വിജയിക്കാത്തൊരു കാര്യമാണ് മദ്യനിരോധനവും അതുപോലെ വ്യഭിചാര നിരോധനവും. മനുഷ്യ സമുദായം ഉണ്ടായ കാലം മുതൽ ഉള്ള 2 കാര്യങ്ങളാണ് മദ്യം ഉണ്ടാക്കി കഴിക്കലും അതുപോലെ വ്യഭിചാരവും. ഒരു രാജ്യത്തും നിയമം കൊണ്ട് അത് നിരോധിക്കാൻ സാധിക്കത്തില്ല. ഗുജറാത്ത്, ഈ ഇന്ത്യയിലെ, ഈ നമ്മുടെ രാജ്യത്ത്, അതുപോലെ ഗൾഫ് രാജ്യങ്ങളിൽ എവിടെയൊക്കെ നിരോധിച്ചിട്ടുണ്ട് അവിടെ എല്ലാം മദ്യം സുലഭമാണ്. അപ്പോഴേ എന്താണ് വേണ്ടത്? IT പാർക്കുകളിൽ ബിസിനസ് നടക്കണമെങ്കിൽ, IT ബിസിനസ് നടക്കണമെങ്കിൽ മദ്യവും ചില ബിസിനസ് മീറ്റുകളിൽ വിളമ്പണം
എന്നുള്ള ബോധത്തിൽ ഇപ്പൊ ബംഗളൂരുവിൽ ഉൾപ്പെടെ ഇന്ത്യയുടെ IT തലസ്ഥാനം ബംഗളൂരു ആണല്ലോ, ബാംഗ്ലൂർ. അവിടെ ഉൾപ്പെടെ എത്രയോ വർഷങ്ങളായിട്ട് ചെയ്യുന്ന അവിടെ ബിയർ പബ്ബുകൾ വരെ അവിടെയുണ്ട് IT പാർക്കുകളിൽ. അപ്പോൾ കേരളത്തിന്റെ മദ്യനയത്തിൽ ഒരു മാറ്റം വരുത്തിയിട്ട് IT പാർക്കുകളിൽ, ടെക്നോ പാർക്ക് ഉൾപ്പെടെ അവിടെ മദ്യം വിളമ്പാനെന്ന് ആഘോഷിക്കുന്നവരോട് പറയുകയാണ്, അവിടെ മദ്യനയത്തിന്റെ ഭാഗമായിട്ട് അവിടെ മദ്യം അനുവദിച്ച് സെലക്റ്റഡ് പ്ലേസസ്, വളരെ തിരഞ്ഞെടുത്ത സ്ഥലങ്ങളിൽ ബിസിനസ് മീറ്റുകളിൽ മദ്യം വിളമ്പാനുള്ള പുതിയ എക്സൈസ് നയത്തിന്റെ ഭാഗമായിട്ട് ഇപ്പൊ സർക്കാരിന്റെ ഉത്തരവിറക്കിയപ്പോഴാണ് അതിനെ മദ്യം വിളമ്പാൻ അനുമതി എന്ന് പറഞ്ഞ് മാതൃഭൂമി വാർത്ത ചമയ്ക്കുന്നത്. മാപ്രകളുടെ ക്രിമികടി എന്നാണ് ഇതിന് പറയുക. അപ്പൊ ഈ ക്രിമികടിക്ക് വേറെ മരുന്നൊന്നുമില്ല. ഈ പൃഷ്ഠഭാഗത്ത് എന്തെങ്കിലും കൊണ്ട് ചൊറിയുക എന്നല്ലാണ്ട് ഈ ക്രിമികടിക്ക് വേറെ മരുന്നൊന്നുമില്ല. പൃഷ്ഠഭാഗത്ത് വല്ല കോലോ കുന്തവോ അല്ലെ കയ്യോ ഇട്ടിട്ട് ചൊറിഞ്ഞ് തീർക്കുക ഈ ക്രിമികടി. ഇതെന്തോന്ന് ജേർണലിസ്റ്റാണിത്, എന്തൊരു മാധ്യമ പ്രവർത്തനമാണിത്. ഞാൻ 10 വർഷം പണിയെടുത്ത ഒരു സ്ഥാപനത്തെക്കുറിച്ച് ഇങ്ങനെ പറയേണ്ടി വന്നതിൽ വളരെ ഖേദമുണ്ട്. ഞാൻ പണിയെടുത്ത മാതൃഭൂമി അല്ല ഇന്നത്തെ മാതൃഭൂമി എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇപ്പം അതിനെ പലരും വിളിക്കുന്ന കാവ്യഭൂമി എന്ന് തന്നെയാണ്. ഞാൻ പണിയെടുത്ത കാലത്ത് മാതൃഭൂമി കാവ്യഭൂമി ആയിരുന്നില്ല. ഇനി കാവ്യഭൂമിയോ എന്ത് ഭൂമിയോ ആയിക്കോട്ടെ, ഇത്തരം വാർത്തകൾ പടച്ചു കൊടുക്കുന്ന ഈ പറയുന്ന റിപ്പോർട്ടർ, ഈ വാർത്ത എഴുതിയ റിപ്പോർട്ടറോട് ചോദിക്കട്ടെ, പോട്ടെ അങ്ങനെ ഒരാളിങ്ങനെ ഒരു വാർത്ത എഴുതിയെങ്കിൽ ഡെസ്കിൽ ഇരിക്കുന്ന ശുംഭന്മാർക്ക് ഇത് എഡിറ്റ് ചെയ്തിട്ട് ഇത് മര്യാദയ്ക്ക് കൊടുത്തുകൂടെ? ഡെസ്കിൽ ഇരിക്കുന്ന ശുംഭന്മാരോട് ചോദിക്കുകയാണ്, മാതൃഭൂമിയുടെ ഡെസ്കിൽ ഇരിക്കുന്ന ശുംഭന്മാരോട്, അങ്ങനെ വിളിക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. ഇങ്ങനെ ഒരു വാർത്ത കൊടുക്കുന്നത് എന്ത് ഉദ്ദേശ ശുദ്ധിയാണ് അതിൻ്റെ അകത്തുള്ളത്? എന്താണുള്ളത്? പിണറായി സർക്കാരിനെ നാണം കെടുത്താൻ എന്തെങ്കിലും ഒന്ന് അതിൻ്റെ അത് കുത്തിത്തിരുകാൻ പറ്റുമോ എന്ന് നോക്കുക. റിപ്പോർട്ടർമാര് നിങ്ങളെ പ്രതിപ്പെടുത്താൻ എഴുതിക്കൊണ്ടു തരും, ആയിക്കോട്ടെ, മാനേജ്മെന്റ് പോളിസി ഇതാണ്. പക്ഷേ ഡെസ്കിൽ ഇരിക്കുന്നവർക്ക് ഒരു ഔചിത്യം, ഒരു ധാർമ്മികത, ഇത് ഈ വാർത്ത ഇങ്ങനെ കൊടുക്കണോ വേണ്ടയോ, ഇതിന്റെ അർത്ഥശൂന്യത ഇങ്ങനെയാണല്ലോ, ഇത് ഇങ്ങനെ അല്ലല്ലോ കൊടുക്കേണ്ടത് എന്നൊരു ചിന്ത, ഒരു വിചിന്തനം. ഞാൻ പറയുന്നത് പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങളിൽ എന്തുകൊണ്ട് ഡെസ്കിൽ ഇരിക്കുന്നവർക്ക് അങ്ങനെ തോന്നുന്നില്ല എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. ഈ വാർത്ത കണ്ടിട്ട് തോന്നിയ കാര്യങ്ങളാണ് ഞങ്ങൾ പറഞ്ഞത്. ക്ഷമിക്കുക.